ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോസാണ് കേട്ടോ. അതും ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. എന്നാൽ സ്രാവ് വറുത്തരച്ച് കറി വെക്കുന്നുണ്ട്, അതിൻ്റെ ഞാൻ റെസിപ്പി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നവരാത്രിയൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും മീനും ഇതൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് അയലയും സ്രാവുമാണ്. സ്രാവ് ഞാൻ കഴിക്കില്ല, അയല മക്കൾ കഴിക്കില്ല, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോറ് നേരത്തെ തിളപ്പിച്ച് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വേഗത്തിൽ ഒന്നുകൂടി തിളപ്പിച്ച് ഒരു അരമണിക്കൂർ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ചിട്ട് വറുക്കാണ് ചെയ്യാറ് കേട്ടോ. ഇപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് തോന്നുന്നു ചെയ്യുന്നത്. മുമ്പത്തെ പോലെ അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കില്ല, ഗ്യാസല്ലേ. അപ്പോൾ ഗ്യാസിൽ വെക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ചോറ് അവിടെ വാർത്ത് വെച്ചു. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനിത് നമ്മുടെ അയല വറുക്കാൻ പാകത്തിന് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. സ്രാവ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പകുതി വറുത്തരച്ച് കറി വെക്കാനും പകുതി മോന് ഫ്രൈ ആണ് കേട്ടോ ഇഷ്ടം. അവന് കറി ഇഷ്ടമല്ല, മോൾക്ക് വറുത്തരച്ച കറിയാണ് ഇഷ്ടം. അപ്പോൾ രണ്ട് തരത്തിലും ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വറുത്തരച്ച കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, പിന്നെ അയല വറുക്കാനും. അപ്പോൾ വറുത്തരച്ച കറിക്കുള്ള മസാല എന്ന് പറയുന്നത് തേങ്ങയാണ്. ഏകദേശം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ജീരകം ഇട്ടിട്ടുണ്ട് 1 ടീസ്പൂണ്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വറുത്തരച്ച കറിക്കുള്ള മസാല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ വെളുത്തുള്ളിയും ജീരകവും എല്ലാ മീൻകറികളിലും ചേർക്കും കേട്ടോ, കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത്. കാരണം മുമ്പത്തെ എൻ്റെ കറിയുടെ റെസിപ്പിയിലൊക്കെ പലരും ചോദിക്കാറുണ്ട്, കറിയിനകത്ത് ജീരകം ചേർക്കുമോ വെളുത്തുള്ളി ചേർക്കുമോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ചേർക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്കത് രണ്ടും മസ്റ്റാണ് ഞങ്ങളുടെ എല്ലാ മീൻകറികളിലും എന്നല്ല, ഞങ്ങളുടെ മിക്ക കറികളിലും വെളുത്തുള്ളിയും ജീരകവും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ തേങ്ങ നന്നായി വറുത്തതിന് ശേഷം ആ ക്ലിപ്പ് എവിടെ പോയി എന്നറിയില്ല, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു തേങ്ങ നന്നായി ചുവന്ന ശേഷം കേട്ടോ. എന്നിട്ട് അത് മൂപ്പിച്ച് അവിടെ മാറ്റി വെച്ചു തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ സ്രാവിനകത്തോട്ട് ചെറിയുള്ളിയാണ് ചേർക്കേണ്ടത്, ചെറിയുള്ളി തീർന്നു പോയിട്ടോ. അപ്പോൾ ഞാനൊരു സവാള ചേർത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല അളവിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കും, പിന്നെ പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് കല്ലുപ്പാണ് ഇട്ട് കൊടുത്ത് അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഞാനിങ്ങനെയുള്ള വലിയ വലിയ മീനുകളിലൊക്കെ എപ്പോഴും ഇഞ്ചി കുറച്ച് അധികം ചേർക്കും കേട്ടോ, നമുക്ക് വയറ്റിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരിക്കാൻ. അപ്പോൾ അതവിടെ മിക്സ് ചെയ്ത് നമ്മുടെ വറുത്ത തേങ്ങ ഒന്ന് ആറുന്നവരേക്കും നമ്മുടെ അയല ഞാൻ 2 എടുത്ത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടോ. കാരണം എനിക്കും ഹസ്ബൻഡിനും മാത്രമേ വേണ്ടൂ, മക്കൾ അയല കഴിക്കില്ല. അപ്പോൾ ഇതേ അയല ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ച് ആ നേരം കൊണ്ട് നമ്മുടെ അയല ഏകദേശം റെഡി ആകുമ്പോഴേക്കും നമ്മുടെ തേങ്ങ തണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് കറിക്ക് ആവശ്യമുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട്, നമ്മൾ പിഴിപുളി തന്നെയാണ് കേട്ടോ ചേർക്കാറ്, നമ്മൾ കുടംപുളിയൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ അരപ്പ് നന്നായി അരച്ചെടുത്തിട്ട് വന്നു കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ മീനുണ്ടല്ലോ അതിനകത്തോട്ടേക്ക് ഡയറക്റ്റ് നമ്മൾ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ വഴറ്റാറോ അങ്ങനെയൊന്നും പൊതുവേ ഞങ്ങളുടെ മീൻ കറികളിലൊന്നും അങ്ങനെ വഴറ്റാറൊന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് ഇങ്ങനെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് മിക്ക കറികളും ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി അതെല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി തിളപ്പിച്ച് കഷ്ണങ്ങളും അതിലുള്ള പച്ചമുളക് ഇഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേവുന്നത് വരെ അത്യാവശ്യം കറി നന്നായിട്ട് കുറുകുന്ന പാകം അവനവൻ്റെ ഇഷ്ടമാണ്. ഞാൻ എൻ്റെ കറീൻ്റെ റെസിപ്പി എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ലൂസ് കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പം ഞാൻ എൻ്റെ പാകത്തിനാണ് എപ്പോഴും ആക്കാറ്. അപ്പോൾ കറി അത്യാവശ്യം നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് കുറച്ച് എൻ്റെ പാകത്തിന് കുറുകി കിട്ടിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ അത്യാവശ്യം നമ്മുടെ നല്ല രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ പാരഷൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലേറ്റാണിത്. പുളിശ്ശേരിയും മീൻകറിയും ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പുളിശ്ശേരി ആയിരുന്നു, പിന്നെ കോവക്ക തോരനുണ്ടായിരുന്നു, അയല ഫ്രൈയും, പിന്നെ ഇത് നമ്മുടെ അരിനെല്ലിക്ക അച്ചാറും. അത് അച്ചാറിട്ട് കഴിഞ്ഞാൽ തീരുന്നവരെ എല്ലാ ദിവസവും എനിക്ക് അച്ചാർ വേണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ.